everyone, welcome to our class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമ്മുടെ +2 സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഓർഗാനിസം അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. സോ റീപ്രൊഡക്ഷൻ ഈസ് ഓഫ് 2 types, ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതൊക്കെ നമ്മൾ ചെറുതിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതേപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് 2 പാർട്ട്നേഴ്സ്, അതായത് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരിക്കും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ ഒരു സിംഗിൾ ഓർഗാനിസം തന്നെയാണ് ആ സിംഗിൾ ഓർഗാനിസത്തിൽ തന്നെയാണ് എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നത് ഒരു സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സല്ല, അതിലൊരുപാട് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ആ ഓരോ ഇവൻറ്റ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് അതൊരു 7 എണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് ഇവൻറ്റ് ഈസ് ഗാമിറ്റോജെനസിസ്. അതായത് ആ പേരും തന്നെ അറിയാം, ഗാമീറ്റ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, ഗാമിറ്റോജെനസിസ് എന്ന് പറയാം. സോ ഗാമിറ്റോജെനസിസ് മീൻസ് ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. അതായത് മെയിൽ ഗാമീറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിൽ ഗാമീറ്റും ഉണ്ടായിരിക്കും. മെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത് സ്പേമും, അതേപോലെ തന്നെ ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവം അല്ലെങ്കിൽ എഗ്ഗും ആണ്. അപ്പോൾ ഇങ്ങനെ ഗാമീറ്റ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗാമിറ്റോജെനസിസ് എന്ന് പറയാം. സോ ഗാമീറ്റ്സ് ഫോം ചെയ്തു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ ആണ്. ഈ ഗാമീറ്റ്സിനെ മെയിലിലും അതേപോലെ തന്നെ ഫീമെയിലിലും ഉണ്ടായിട്ടുള്ള ഈ ഗാമീറ്റ്സിനെ ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് എത്തിക്കുക, അതായത് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുക. സോ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസ്ഫർ ഓഫ് സ്പേം, ദാറ്റ് ഈസ് ദ മെയിൽ ഗാമീറ്റ് ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുക. സോ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. സോ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 2 ഗാമീറ്റ്സ്, അതായത് മെയിൽ ഗാമീറ്റും അതേപോലെ തന്നെ ഫീമെയിൽ ഗാമീറ്റും എന്ത് ചെയ്യണം, ഫ്യൂസ് ചെയ്യണം. സോ ദ ഫ്യൂഷൻ അല്ലെങ്കിൽ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. അതായത് നമ്മളുടെ 3rd സ്റ്റേജ് അല്ലെങ്കിൽ 3rd ഇവൻറ്റ് എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് and that leads to the formation of zygote. അങ്ങനെ അവർ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ 3rd സ്റ്റേജ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റുലേഷൻ ആണ്. സോ ഈ 2 ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒന്നാണ്. ഈ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം 2 സെൽസ് ആവും, പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 4 ആവും, പിന്നെ അത് 8 ആവും. അങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ഫോം ചെയ്ത് വരും. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലാസ്റ്റുല ഫോർമേഷൻ, ആ ഫോർമേഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. സോ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റുല ഫോം ചെയ്യുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെയാണ് എന്തെന്ന് പറയുക, ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. സോ ബ്ലാസ്റ്റുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അടുത്ത സ്റ്റേജ്, അതായത് 5ാമത്തെ സ്റ്റേജാണ് ഇംപ്ലാന്റേഷൻ. ഈ ബ്ലാസ്റ്റുല ഫോം ചെയ്യുന്നത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ബ്ലാസ്റ്റുല ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഫീമെയിലിൻ്റെ യൂട്രൈൻ വാളിൽ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അതായത് യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് ഈ ബ്ലാസ്റ്റുല അറ്റാച്ച് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റുല ടു ദ യൂട്രൈൻ വാൾ, യൂട്രസിൻ്റെ വാളിൽ ബ്ലാസ്റ്റുല പോയി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. ഇത് അറ്റാച്ച് ചെയ്യുന്നത് മെയിനായിട്ട് നറിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള നറിഷ്മെൻറ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റുല യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി 6th സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റേഷൻ. അതായത് ഈ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ജസ്റ്റേഷനിൽ നമ്മൾ ഓരോ മന്തിലും ഉണ്ടാകുന്ന ഇവരുടെ ഡെവലപ്മെൻറ്റ്, ഈ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ അത് 9 months 10 days അല്ലെങ്കിൽ 8 or 10 days ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഇവൻറ്റ് ദാറ്റ് ഈസ് പാർച്ചുറേഷൻ, അതായത് കംപ്ലീറ്റ്ലി
ഡെവലപ്ഡ് ആയിട്ടുള്ള എംബ്രിയോ എന്ന് ഇനി നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ ഫീറ്റസ് എന്ന് നമുക്ക് പറയാം. ഈ ഫീറ്റസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഡെലിവർ ചെയ്യുന്ന ആ പ്രോസസ്സ്, ബേബി ഡെലിവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പാർച്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 7 events in our reproduction. So the first one is gametogenesis, that is the formation of gametes. Second one is insemination, that is the transfer of the male gamete, that is the sperm, to the female genital tract. And the third one is fertilization, that is the fusion of male and female gametes, and that leads to the formation of zygote. Fourth one is blastulation, that is the zygote changes to form blastula and the development of blastula. And the fifth one is implantation, that is the blastula get attached to the uterine wall to get the nourishment. And the sixth one is gestation, that is the embryonic development period. And the seventh one is parturition, that is the development the delivery of baby. ഇനി ഹ്യൂമൻസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസ് ആർ വിവിപാരസ്. വിവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഗാനിസം വിച്ച് ഗേവ് ബർത്ത് ടു ദെയർ യങ് വൺസ് ആൻഡ് ദേ ഫീഡ് ദെയർ യങ് വൺസ്. അതായത് ഓർഗാനിസം അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ നറിഷ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വിവിപാരസ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ദേ ആർ യൂണിസെക്ഷൽ. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, അതായത് മെയിലും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫീമെയിൽ ഓർഗാൻസും അവിടെ കാണുന്നുണ്ട്. ഇനി ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് പ്രൈമറി സെക്സ് ഓർഗൻസും അതുപോലെ തന്നെ സെക്കൻഡറി സെക്സ് ഓർഗൻസും. പ്രൈമറി സെക്സ് ഓർഗൻസിനെ നമ്മൾ ഗൊണാഡ്സ് എന്ന് പറയും. ഇപ്പോൾ ഈ ഗൊണാഡ്സിൽ വെച്ചിട്ടാണ് ഗാമീറ്റ്സ് ഫോം ചെയ്യുന്നതും അതേപോലെ തന്നെ അതിനാവശ്യമുള്ള നമ്മുടെ മെയിൽ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഗൊണാഡ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ മെയിലിൻ്റെ കേസിൽ അവരുടെ ഗൊണാഡ്സ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്, ഫീമെയിൽസിൻ്റെ കേസിൽ ഗൊണാഡ്സ് എന്ന് പറയുന്നത് ഓവറിയാണ്. ഇനി സെക്കൻഡറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഡക്ട്സും അതേപോലെ തന്നെ ഗ്ലാൻസും ഒക്കെയാണ് സെക്കൻഡറി സെക്സ് ഓർഗൻസിൽ വരുന്നത്. ഇനി ഇത് കൂടാതെ നമ്മുടെ ആക്സസറി ആയിട്ടുള്ള സെക്ഷൽ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കും. അതായത് ആക്സസറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൽസിൻ്റെ കേസിൽ അവർക്ക് ലോ പിച്ച് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും, ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഹൈ പിച്ച് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും. അതായത് നമുക്ക് എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആക്സസറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. So human reproductive system is basically divided into two, that is male reproductive system and ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് പറയാം. അതായത് അതിൽ വരുന്നത് ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ, ദാറ്റ് ഈസ് ടെസ്റ്റിസ്. രണ്ട് സെക്കൻഡറി സെക്സ് ഓർഗൻ. സെക്കൻഡറി സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ആക്സസറി ഡക്ട്സും അതേപോലെ തന്നെ ഗ്ലാൻസും ആണ് സെക്കൻഡറി സെക്സ് ഓർഗനിൽ വരുന്നത്. ഇനി മൂന്നാമത്തത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അതായത് പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള ജെനിറ്റൽ ഓർഗനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. മെയിലിൻ്റെ കേസിൽ ഇറ്റ്സ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഈസ് പെനിസ്. ഇനി മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗനാണ് ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാം. ഈ ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രൈമറി സെക്സ് ഓർഗൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പെർമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഒപ്പം തന്നെ മെയിലിൻ്റെ സെക്ഷൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ നമ്മൾ പറയും, ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും ആരാണ് ചെയ്യുന്നത്, ഈ ടെസ്റ്റിസ് ആണ് ചെയ്യുന്നത്. ഇനി ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറകിലായിട്ടാണ്, അതായത് പുറത്തായിട്ടാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുറത്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറിൽ സ്പെർമാറ്റോജെനസിസ് നടക്കില്ല. അതായത് സ്പെർമിൻ്റെ ഫോർമേഷൻ നമ്മുടെ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറിൽ നടക്കില്ല. അതിനേക്കാളും ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവുള്ള ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ ഈ സ്പേം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ്
ടെസ്റ്റിസിനെ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു സാറ്റലൈറ്റ് സ്ട്രക്ചറിനുള്ളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സ്കിന്നോടുള്ള ഒരു സാറ്റലൈറ്റ് സ്ട്രക്ചറിലാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സാറ്റലൈറ്റ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്ക്രോട്ടം. അപ്പോൾ സ്ക്രോട്ടത്തിലാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ടെസ്റ്റിസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ഷേപ്പാണ്. ഒരു ഓവൽ ഷേപ്പിലാണ് ടെസ്റ്റിസ് വരുന്നത്. ഇനി ഈ ടെസ്റ്റിസിന് 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത്, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 5 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് 2 to 3 സെൻറ്റിമീറ്റർ. 2 to 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഈ ടെസ്റ്റിസിനെ കവർ ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ലെയർ ഉണ്ട്. ആ എക്സ്റ്റേണൽ ലെയറിനെ പറയുന്ന പേരാണ് ട്യൂണിക്ക ആൽബുജീനിയ. അതായത് ടെസ്റ്റിസിൻ്റെ ഔട്ടർ കവറിങ്ങിനെയാണ് എന്തെന്ന് പറയാം, ട്യൂണിക്ക ആൽബുജീനിയ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞു ഓവൽ ഷേപ്പാണ്, അതേപോലെ തന്നെ 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടായിരിക്കും. ഇതിനെ കവർ ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ലെയർ ഉണ്ട്. ആ എക്സ്റ്റേണൽ ഫൈബ്രസ് ലെയറിനെ പറയുന്ന പേരാണ് ട്യൂണിക്ക ആൽബുജീനിയ. ഇനി ഓരോ ടെസ്റ്റിസും 250 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈച്ച് ടെസ്റ്റിസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 250 കമ്പാർട്ട്മെൻറ്റ്സ്. ഈ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇനി ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനുള്ളിലും ഒരു 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. So each testis is divided into 250 compartments and each compartment consists of 1 to 3 highly coiled structure called seminiferous tubule. So ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ് ആർക്കുണ്ടാവുക, ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന് ഉണ്ടാവുക. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ഒന്ന് മെയിൽ ജേം സെല്ലും അതേപോലെ തന്നെ സെർട്ടോളൈ സെല്ലും. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിനുള്ളിലായിട്ട് 2 സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്, മെയിൽ ജേം സെൽ അതേപോലെ തന്നെ സെർട്ടോളൈ സെൽ. ഇതിൽ മെയിൽ ജേം സെല്ലാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സ്പേമിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് മെയിൽ ജേം സെല്ലാണ്. ഈ മെയിൽ ജേം സെല്ലാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ഒരു സ്പേമായിട്ട് മാറുന്നത്. ഇനി സെർട്ടോളൈ സെൽ അല്ലെങ്കിൽ നേഴ്സ് സെൽ, ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഈ ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ആവശ്യമുള്ള നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെർട്ടോളൈ സെല്ലിൻ്റെ ഫംഗ്ഷൻ. സോ ദ സെർട്ടോളൈ സെൽ പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് സ്പേം. സോ ദാറ്റ് ഈസ് അബൌട്ട് സെർട്ടോളൈ സെൽ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൽ ആക്സസറി ഡക്ട്സ്. മെയിൽ ആക്സസറി ഡക്ട്സ് ഇൻക്ലൂഡ് റെറ്റിറ്റസ്റ്റിസ്, വാസ് ആഫറൻഷ്യ, എപ്പിഡിഡിമസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട് ആൻഡ് യൂറിത്ര. ഈ ടേംസ് ഒക്കെ നമുക്ക് പുതിയതാണെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്കത് ഫെമിലിയർ ആയിരിക്കും. ഇനി ആദ്യം നമുക്ക് റെറ്റിറ്റസ്റ്റിസ് എന്താ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതാണ് നമ്മളുടെ ടെസ്റ്റിസിന്റെ LS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ട്യൂബുലാർ സ്ട്രക്ചറാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. നമ്മൾ നേരത്തെ ടെസ്റ്റിസിന്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു 250 കമ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് ഉള്ളിലായിട്ട് 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് പറഞ്ഞു. ആ സ്ട്രക്ചറാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇങ്ങനെ ഒരുപാട് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും. ഈ ട്യൂബ്യൂൾസ് എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഒരു ലോങ് ട്യൂബ്, ഇങ്ങനെ ഒരുപാട് ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ട്യൂബ്യൂളാണ് ഇത് റെറ്റിറ്റസ്റ്റിസ് എന്ന് പറയുന്നത്. ഇത് ഇറഗുലർ ആയിട്ടുള്ള ട്യൂബ്യൂളാണ്. ഈ ഇറഗുലർ ട്യൂബ്യൂളാണ് റെറ്റിറ്റസ്റ്റിസ്. ഇനി റെറ്റിറ്റസ്റ്റിസിനെ എപ്പിഡിഡിമിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബ്യൂളാണ് വാസ എഫറൻഷ്യ. സോ എപ്പിഡിഡിമിസിനെ റെറ്റിറ്റസ്റ്റിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബ്യൂളാണ് വാസ എഫറൻഷ്യ. ഇനി എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർ റീജിയനിൽ കാണുന്നത്, ഇതാണ് നമ്മുടെ പോസ്റ്റീരിയർ റീജിയൻ. ഈ പോസ്റ്റീരിയർ റീജിയനിൽ കാണുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ലോങ് ട്യൂബ്യൂളാണ് എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമിനെ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് എപ്പിഡിഡിമിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ സ്പേമിന് ആവശ്യമുള്ള നറിഷ്മെന്റ് മാറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എപ്പിഡിഡിമിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എപ്പിഡിഡിമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെയാണ് ഇത് സ്ക്രോട്ടത്തിനുള്ളിലായിട്ട് കാണാം. ഈ സ്ക്രോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലോങ് മസ്കുലർ ഡക്റ്റ് ആണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. So vas deferens is a long muscular duct that comes out of scrotum, and
that ascends to the abdomen. Abdomenലേക്ക് ഇത് ascend ചെയ്തതിനു ശേഷം urinary bladderലൂടെ loop ചെയ്യും. ഇനി urinary bladderലൂടെ വരുന്ന സമയത്ത് ഈ urinary bladderന്റെ ബേസിൽ കാണുന്ന ഈ region ഇതാണ് seminal vesicle എന്ന് പറയുന്നത്. It's a gland. ഈ seminal vesicle നിന്നുള്ള ഒരു ചെറിയ duct കൂടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. So vas deferens that along with the duct from the seminal vesicle form ejaculatory duct. ആ ഡക്റ്റിനെയാണ് എന്തെന്ന് പറയാ, ejaculatory duct എന്ന് പറയുന്നത്. സോ ഈ ഒരു റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്, ejaculatory duct എന്ന് പറയുന്നത്. ഈ ejaculatory duct ഓപ്പൺ ചെയ്യുന്നത് യൂറിത്രയിലേക്കാണ്. അതായത് യൂറിനറി ബ്ലാഡറിൽ നിന്നുള്ള ഓപ്പണിംഗ് ലോങ്ട്യൂബ്യൂൾ ആണ് ഇത് യൂറിത്ര എന്ന് പറയുന്നത്. ഈ യൂറിത്രയിലേക്കാണ് ejaculatory duct ഓപ്പൺ ചെയ്യുന്നത്. ഇനി യൂറിത്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെനിസിലൂടെ വന്നതിന് ശേഷം അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യും. ഈ യൂറിത്രയുടെ ഈ എക്സ്റ്റേണൽ ഓപ്പണിംഗിനെ പറയുന്ന പേരാണ് യൂറിത്രൽ മീറ്റസ്. സോ ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് യൂറിത്ര ഈസ് കോൾഡ് യൂറിത്രൽ മീറ്റസ്. സോ ഇതൊക്കെയാണ് മെയിലിന്റെ ആക്സസറി ഡക്ട്സ് പറയുന്നത്. ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾ ഓപ്പൺ ചെയ്യുന്ന ലോങ് ട്യൂബ്യൂൾ. സോ ഇതൊക്കെയാണ് മെയിൽ ആക്സസറി ഡക്ട്സ് പറയുന്നത്. ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള ട്യൂബ്സ് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്തതിനു ശേഷം അവർ ഓപ്പൺ ചെയ്യുന്ന ഇറഗുലർ ട്യൂബ്യൂളിനെ പറയുന്ന പേരാണ് റെറ്റിടെസ്റ്റിസ്. റെറ്റിടെസ്റ്റിസിനെ എപ്പിഡിഡിമസുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബ്യൂളാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. ഇനി എപ്പിഡിഡിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർ റീജിയനിൽ കാണുന്ന ലോങ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ് എപ്പിഡിഡിമസ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുക, അതേപോലെ തന്നെ നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ഈ സ്ക്രോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലോങ് മസ്കുലർ ട്യൂബ്യൂളാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വാസ് ഡിഫറൻസ് that loops over the urinary bladder. Urinary bladderലൂടെ ലൂപ്പ് ചെയ്തതിനു ശേഷം അത് എന്ത് ചെയ്യും, സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റ് കൂടി റിസീവ് ചെയ്ത് അത് ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറും. ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് യൂറിത്രയിലേക്കാണ്. എന്നിട്ട് ഒരു കോമൺ യൂറിത്രൽ ജെനിറ്റൽ ഡക്റ്റ് ആയിട്ട് മാറും. ഇനി ഈ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്, പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് യൂറിത്രൽ മീറ്റസ്. അപ്പൊ യൂറിത്ര പെനിസിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് യൂറിത്രൽ മീറ്റസ്. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അടുത്തത് വരുന്നത് മെയിൽ ആക്സസറി ഗ്ലാൻസ് ആണ്. നമ്മൾ ആക്സസറി ഡക്ട്സ് എന്താന്ന് പറഞ്ഞു, ഇനി അതേപോലെ വരുന്നതാണ് ആക്സസറി ഗ്ലാൻസ്. ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഒരു സെർട്ടൈൻ വെസിക്കിൾസിനെയൊക്കെയാണ് നമുക്ക് എന്തെന്ന് പറയാം, ഗ്ലാൻസ് എന്ന് പറയാം. അപ്പോൾ ഈ മെയിൽസിൻ്റെ കേസിൽ അവരുടെ ആക്സസറി ഗ്ലാൻസിൽ വരുന്നത് എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതേപോലെ തന്നെ എ പെയർ ഓഫ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇങ്ങനെ 3 ഗ്ലാൻഡ്സ് ആണ് മെയിലിൻ്റെ ആക്സസറി ഗ്ലാൻഡ്സിൽ വരുന്നത്. ഇതിൽ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡറിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു റീജിയൻ ആണ് എൻ്റെ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 സെമിനൽ വെസിക്കിൾസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്നുള്ള ഡക്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാസ് ഡിഫറൻസിലേക്ക് ജോയിൻ ചെയ്യുകയും അത് പിന്നീട് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട്, ഒരു കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഇനി ഈ സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷൻസ് ആണ് കൂടുതലും, ഒരു 70% സെമനിൽ വരുന്നത് സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷൻ ആയിരിക്കും. ഇനി അടുത്ത ഗ്ലാൻഡാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. അതായത് യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ലാർജ് ഗ്ലാൻഡാണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഒരു മിൽക്കി സെക്രീഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മിൽക്കി ആയിട്ടുള്ള ആൽക്കലൈൻ സെക്രീഷൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ആസിഡിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ആ ആസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിൽക്കി ആൽക്കലൈൻ സെക്രീഷൻ ഹെൽപ്പ് ചെയ്യും. ഇനി അത് മാത്രമല്ല, സ്പെർമിൻ്റെ മോട്ടിലിറ്റീനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഈ ഒരു മിൽക്കി സെക്രീഷൻ ആയിരിക്കും. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ ഈ മിൽക്കി സെക്രീഷൻ ആയിരിക്കും അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ഗ്ലാൻഡാണ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു പെയർ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിനെ പറയുന്ന മറ്റൊരു പേരാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. അപ്പോൾ ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഒരു മ്യൂക്കസ് ഫ്ലൂയിഡ് ആയിരിക്കും സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ മ്യൂക്കസ് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലൂബ്രിക്കേഷൻ ആയിരിക്കും. അപ്പോൾ പെനിസിന് ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്
ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 accessory glands present in male, that is seminal vesicle, prostrate gland and bulbourethral gland. Seminal vesicle secretes 70% of semen, and the prostrate gland that secrete a milky alkaline fluid that neutralize if acidity is there and activates the sperm motility. അതുകൂടാതെ ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് അഥവാ കോപ്പേഴ്സ് ഗ്ലാൻഡ് ആൻഡ് ദാറ്റ് സെക്രീറ്റ്സ് മ്യൂക്കസ് ഫ്ലൂയിഡ് ആൻഡ് ദാറ്റ് പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ ഫോർ പെനിസ്. ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ലാസ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ, ദാറ്റ് ഇസ് പെനിസ്. മെയിലിൻ്റെ കേസിൽ അത് പെനിസാണ്. പെനിസ് എന്ന് പറയുമ്പോൾ ഒരു ട്യൂബുലാർ ആയിട്ടുള്ള ഒരു ഓർഗനാണ് ആൻഡ് ഇറ്റ് ഹാസ് എ വാസ്കുലാർ സ്പേസ്. അതിൽ ഒരുപാട് വാസ്കുലാർ സ്പേസും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇറക്റ്റൈൽ ആയിട്ടുള്ള ടിഷ്യൂസും പ്രസൻ്റ് ആണ്. ഇറക്റ്റൈൽ ടിഷ്യൂസും അതേപോലെ തന്നെ വാസ്കുലാർ സ്പേസും ഉള്ള ഒരു മസ്കുലാർ ആയിട്ട് ഒരു ഓർഗനാണ് ഇത് പെനിസ് എന്ന് പറയുന്നത്. ഈ പെനിസിൻ്റെ ഡിസ്റ്റൽ എൻഡിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്, അതായത് ഇതാണ് അതിൻ്റെ ഡിസ്റ്റൽ എൻഡ്. ഇതിനെ പറയുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഇതിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിൻ്റെ ഒരു ലൂസ് ഫോൾഡ് ഉണ്ടായിരിക്കും. ആ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ പറയുന്നതാണ് ഫോർസ്കിൻ അല്ലെങ്കിൽ പ്രിപ്പോസ്. ഫോർസ്കിൻ അല്ലെങ്കിൽ പ്രിപ്പോസ് ആണ് ഈ പെനിസിനെ കവർ ചെയ്തിട്ടുള്ള ആ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമ്മളിനി പറയുന്നത് സെക്രീഷൻസ് ഓഫ് ആക്സസറി ഗ്ലാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്സസറി ഗ്ലാൻസിൻ്റെ സെക്രീഷൻ, അതിൻ്റെ കൂടെ ഈ സ്പേമും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സെമൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സെമൻ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് സെമൻ എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ആക്സസറി ഗ്ലാൻസിൻ്റെ എല്ലാം തന്നെ സെക്രീഷനും അതിൻ്റെ കൂടെ ഈ സ്പേമും കൂടി വരുമ്പോൾ ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? സ്പേമിന് ആവശ്യമുള്ള വയബിലിറ്റിയും അതേപോലെ തന്നെ മോട്ടിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സെമൻ ആയിരിക്കും. അതുകൂടാതെ ഇത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ കൂടിയായിരിക്കും സെമൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ അബൌട്ട് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് a primary sex organ, that is testis, accessory glands and accessory ducts.